നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ 10th ലെവൽ പ്രിലിമിനറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ലിസ്റ്റുകൾ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും അല്ലേ, ഏതൊക്കെ ലിസ്റ്റ് വന്നു, ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്, ഏതൊക്കെയാണ് നമ്മൾ എഴുതിയത് എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഒരു അറേഞ്ച്മെന്റിൽ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തൊരു തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇതിന് മുന്നേ ഉള്ള വീഡിയോ കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഉച്ചയ്ക്ക് ശേഷം വന്ന ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ തൃശ്ശൂരിന്റെ ലിസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ പേ ഓഫ് സ്കെയിൽ നിങ്ങൾക്ക് അറിയാം, 17,000 രൂപ മുതൽ 37,500 രൂപ വരെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പേ ഓഫ് സ്കെയിൽ വരുന്നത്. കാറ്റഗറി നമ്പർ എന്ന് ശ്രദ്ധിക്കാം, 368/2021 ആണ് കാറ്റഗറി നമ്പർ. ഓക്കെ, അപ്പോൾ ഇത് സാമാന്യം വലിയ ഒരു ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ തൃശ്ശൂരിന്റെ ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് പേജുകളുണ്ട് കണ്ടല്ലോ, അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്നത്. ഇതിന്റെ PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ VFA തൃശ്ശൂരിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 79.43 ആണ്. അപ്പോൾ ഈ കട്ട് ഓഫ് ഇത്രയും കൂടി എന്ന് പറയുന്ന ഒരു ആൾക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ ഇത് നോർമലൈസേഷൻ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ 99.6 വന്നിട്ടുണ്ടായിരുന്ന ലിസ്റ്റ്, അതിനകത്ത് 84 മാർക്കും അതുപോലെ തന്നെ നമ്മുടെ 84 മാർക്കുള്ള റിസർവേഷനുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഈ 99.6 മാർക്കുള്ള ആ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യുക, കട്ട് ഓഫ് ഇത്രയും കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കാണില്ല എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് ലിസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. PDF ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട്. അപ്പോൾ VFA തൃശ്ശൂർ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് കടക്കാം. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇൻ കാസർഗോഡ് ജില്ല, കണ്ടല്ലോ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇൻ കാസർഗോഡ്. ഇത് പോസ്റ്റ് എന്താണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ട് ഇതിന്റെ കാറ്റഗറി നമ്പർ 368/2021 ആണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിലെ VFAയുടെ കട്ട് ഓഫിലേക്ക് കടക്കാം. ഇതും സാമാന്യം വലിയൊരു ലിസ്റ്റ് തന്നെയാണ് നമുക്ക് VFA കാസർഗോഡിലും കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ സാമാന്യം കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. 70 മാർക്കാണ്, 70.89 ആണ് VFA കാസർഗോഡ് വന്നിട്ടുള്ളത്. 70.89 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ലിസ്റ്റിലേക്ക് നോക്കാം. അടുത്ത മൂന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കാറ്റഗറി നമ്പർ 410/2021 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ST ഓൺലി ആണ്, കൊല്ലം ജില്ലയുടേതാണ്. അപ്പോൾ 27,000 രൂപ മുതൽ 59,000 രൂപ വരെ വരുന്നതാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഈ ഒരു തസ്തിക. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 4 മാർക്ക് മാത്രമാണ്. 4 മാർക്ക് മാത്രമാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമേ ഈ ഒരു ടെസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ ടെസ്റ്റ് കൂടി ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടെസ്റ്റിലേക്ക് നോക്കാം. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, ലോവർ ഡിവിഷന്റെ LD ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി ആണ് കേട്ടോ. ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി ആണ് ഈ ഒരു ലിസ്റ്റ് വരുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. 19,000 രൂപ മുതൽ 43,000 രൂപ വരെ വരുന്നതാണ്. കാറ്റഗറി നമ്പർ 369/2021 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കാം. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 11 മാർക്ക് മാത്രമാണ്. ഓക്കെ, 11 മാർക്ക് മാത്രമാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റിന്റെ കട്ട് ഓഫ് വരുന്നത് 11 മാർക്ക് മാത്രമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു PDF കൂടി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കാം. ഇത് വളരെ കുറച്ച് പേരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ലിസ്റ്റാണ് നമ്മുടെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2. നമുക്ക് ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കുകയാണെങ്കിൽ 66 ആണ്, 66.46 ആണ് കേട്ടോ. കുറച്ച് ആൾക്കാരുണ്ട്. 66.46 ആണ് നമ്മുടെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു എക്സാമാണ് ലബോറട്ടറി അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC ST
ഓൺലി. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടേതായിട്ടുള്ള ലബോറട്ടറി അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. 17,500 രൂപ മുതൽ 39,500 രൂപ വരെയാണ് ലബോറട്ടറി അസിസ്റ്റന്റ് ഈ ഒരു തസ്തികയ്ക്ക് വരുന്നത്. 409/2021 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കുകയാണെങ്കിൽ 81 മാർക്കാണ് കേട്ടോ. 81.05 ആണ് നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ഈ ഒരു കട്ട് ഓഫ് വരുന്നത്. അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന അടുത്ത കട്ട് ഓഫ് അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിന്റെ ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ 39,500 രൂപ മുതൽ 83,000 രൂപ വരെ വരുന്ന പേ സ്കെയിലുള്ള ഒരു ജോലിയാണ് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ. 124/2021 ആണ് ഇതിന്റെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഇതിന്റെ നമുക്ക് ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടല്ലോ, വളരെ വ്യക്തമായിട്ടുള്ള എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 766 പേരാണ്. 766 പേര് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കുകയാണെങ്കിൽ 41 മാർക്കാണ് കേട്ടോ. അസിസ്റ്റന്റ് എഞ്ചിനീയർ 41 മാർക്കാണ് കട്ട് ഓഫ് വരുന്നത്. അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കൊല്ലം ജില്ലയുടേതാണ്. ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കൊല്ലം ജില്ലയുടേതാണ്. 526/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ കണ്ടല്ലോ ലിസ്റ്റ്, നിങ്ങൾ കണ്ടല്ലോ ഈ ലിസ്റ്റിനകത്ത് എത്ര ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 60 പേരാണ് ഈ ഹൈസ്കൂൾ ടീച്ചർ കൊല്ലത്തിനകത്ത് വന്നിട്ടുള്ളത്. 60 പേരാണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. 45 മാർക്കാണ് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ കൊല്ലത്തിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ള 45 മാർക്കാണ്. ഓക്കെ, അടുത്ത് വന്നിട്ടുള്ള അതിന് ശേഷം വന്നിട്ടുള്ള അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേട്ടോ. കണ്ടല്ലോ, ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഇത് നമ്മുടെ ലാ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന്റെ ആണ്. 30,000 അല്ലെങ്കിൽ 29,000 രൂപ മുതൽ 62,000 രൂപ വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലിയാണ് ഇതെന്ന് പറയുന്നത്. 478/2022 ആണ്. 20 കാറ്റഗറി നമ്പർ. അപ്പോൾ നമ്മുടെ ഈ ഒരു അസിസ്റ്റന്റ് ഗ്രേഡ് 2വിന്റെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. 122 പേരാണ് അസിസ്റ്റന്റ് ഗ്രേഡ് 2വിന്റെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. 50.33 ആണ് അസിസ്റ്റന്റ് ഗ്രേഡ് 2വിന്റെ കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ്. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 608/2011 എന്ന് പറയുന്ന ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2. അത് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസിന്റെയും കമ്പനി കോർപ്പറേഷൻ ബോർഡുകളുടേതാണ്. പേ ഓഫ് സ്കെയിൽ കമ്പനി നിശ്ചയിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, 66.46 ആണ് കേട്ടോ. 66.46 ആണ് ഈ ഒരു ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡിന്റെ കട്ട് ഓഫ് വരുന്നത്. അടുത്ത ലിസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് കേരള ലബോറട്ടറി അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. കോഴിക്കോട് ജില്ലയുടെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ലബോറട്ടറി അസിസ്റ്റന്റിനെയാണ്. 17,000 രൂപ മുതൽ 39,000 രൂപ വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. 409/2021 ആണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 81.05 ആണ്. 81.05 ആണ് ഇതിന്റെ കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന അടുത്ത ലിസ്റ്റ് ആണ് നമ്മുടെ സെക്യൂരിറ്റി ഗ്രേഡ് ഗാർഡ് അസിസ്റ്റന്റ് ഗാർഡ് 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്കുള്ളതാണ് ഈ ഒരു പേ സ്കെയിൽ അല്ലെങ്കിൽ ഈ ഒരു ജോലി എന്ന് പറയുന്നത്. ഇതിന്റെ പേ സ്കെയിൽ വരുന്നത് 6,300 രൂപ മുതൽ 11,000 രൂപ വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. 362/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ കട്ട് ഓഫ് എത്രയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് 30 മാർക്കാണ് കേട്ടോ. സെക്യൂരിറ്റി ഗാർഡിന്റെ കട്ട് ഓഫ് വരുന്നത് 30.80 ആണ്. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഇന്ന് വന്നിട്ടുള്ള ലിസ്റ്റാണ്. നിങ്ങൾ പലരും ഈ ലിസ്റ്റ് കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് 410/2021 എന്ന് പറയുന്ന നമ്മുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറിന്റെ ST ഓൺലി ആണ്. കാസർഗോഡ് ജില്ലയിലേക്കുള്ള ST ഓൺലി ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കാമല്ലോ. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫിലേക്ക് നമുക്കൊന്ന് കടക്കാം. 34.42 ആണ്. 34.42 ആണ് ഇതിന്റെ കട്ട് ഓഫ് വരുന്നത്. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന അടുത്തൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലർക്കാണ്. ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ST ഓൺലി ആണ്. 19,000 രൂപ മുതൽ 43,000 രൂപ വരെ വരുന്ന കാസർഗോഡ് ജില്ലയുടെ ഒരു ലിസ്റ്റാണിത്. 370/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ്. അപ്പോൾ ഇതിന്റെ PDF അല്ലെങ്കിൽ ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കുകയാണെങ്കിൽ 63.60 ആണ് ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള അടുത്തൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. 19,000 മുതൽ 43,000 വരെ വരുന്ന പേ സ്കെയിലാണ്. 369/2021 ആണ് കാറ്റഗറി നമ്പറും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, ഇതിന്റെ കട്ട് ഓഫ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആക്ച്വലി
ഓക്കെ, ഇതിൻ്റെ കട്ട് ഓഫ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഈ PDF നമ്മൾ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹവിൽദാർ എന്ന് പറഞ്ഞൊരു തസ്തികയാണ്. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള ഹവിൽദാർ എന്ന് പറയുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, ST only ആണ്. അപ്പോൾ ഇതിന്റെ പേ സ്കെയിൽ 27,000 മുതൽ 59,000 വരെയാണ്. നമ്മുടെ കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ജില്ലയിലാണ് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഇതിൽ 481/2021 ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പോൾ കണ്ടല്ലോ, ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് ഹവിൽദാറിന്റെ ആൾക്കാർ. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് അടക്കുകയാണെങ്കിൽ 44.99 ആണ്. 45 മാർക്കല്ലേ, 44.99 ആണ്. അപ്പോൾ ഈ ലിസ്റ്റുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താലും നമുക്ക് ഫ്രീ കോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഈ അപ്ഡേറ്റുകളെല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഇത്രയും ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചിടുക. കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഈ പരീക്ഷയൊക്കെ എഴുതിയവരായിരിക്കാം, അവർക്ക് ഇതൊരു അറിവായിക്കോട്ടെ. അവർ കാണാതെ പോകരുത്, ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കാണാതെ പോകരുത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ബാക്കി ലിസ്റ്റുകൾ നാളെ ഉണ്ടാവും. അപ്പോൾ നാളെ വരുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.